ടു ഗ്രേവ്സ് നെറ്റ്ഫ്ലിക്സിൽ പുതുതായിട്ട് റിലീസായ സ്പാനിഷ് ക്രൈം ത്രില്ലർ മിനി സീരീസ് ആണിത്. അഗസ്റ്റിൻ മാർട്ടിനസ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കിറ്റി മാൻവർ, ആൽവറോ മോർത്തെ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ സ്പാനിഷ് ത്രില്ലർ സീരീസിനെ കുറിച്ചാണ് ഇന്ന്. ടീനേജുകാരിയായ തന്റെ ചെറുമകൾ വെറോണിക്കയെയും കൂട്ടുകാരി മാർത്തയെയും ഒരു രാത്രി പെട്ടെന്ന് കാണാതാകുമ്പോൾ അത് അന്വേഷിച്ചിറങ്ങുന്ന അമ്മൂമ്മ ഇസബെലിന്റെ കഥയാണ് ടു ഗ്രേവ്സ് പറയുന്നത്. നല്ലൊരു ക്രൈം ത്രില്ലർ സീരീസ് ആണിത്. മിസ്റ്ററി, ഇൻവെസ്റ്റിഗേഷൻ, റിവെഞ്ച് ഒക്കെ ആയിട്ട് തുടക്കം മുതൽ തന്നെ എൻഗേജിംഗ് ആയിട്ട് തന്നെ കഥ മുമ്പോട്ട് പോകുന്നുണ്ട്. എങ്ങും നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. ഞാൻ ഒറ്റ ഇരിപ്പിന് തന്നെ കണ്ടു തീർത്ത ഒരു സീരീസ് ആണിത്. നല്ല മേക്കിംഗ്, നല്ല സ്റ്റോറി, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ, അതുപോലെ തന്നെ ചില നല്ല സർപ്രൈസുകളും സീരീസിലുണ്ട്. അത്ര പ്രഡിക്റ്റബിൾ ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ലാസ്റ്റ് ഒരു സൊല്യൂഷനായിട്ട് എന്താണ് നടക്കാൻ പോവുക എന്നുള്ളത് മാത്രം എനിക്ക് പേഴ്സണലി കുറച്ച് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു. പക്ഷെ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഷൂട്ട് ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഒറ്റ സീസൺ കൊണ്ട് ഇതിന്റെ കഥ തീരും, അതും ഇതിന്റെ ഒരു പോസിറ്റീവാണ്. കഥയിലും കഥാപാത്രങ്ങളിലും നമുക്ക് ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ടെക്നിക്കൽ ക്വാളിറ്റിയൊപ്പം പ്രധാന വേഷത്തിൽ അഭിനയിച്ചവരുടെ നല്ല പെർഫോമൻസുകളും സീരീസിലുണ്ട്. അമ്മൂമ്മ ഇസബെൽ ആയിട്ട് വന്ന കിറ്റി മാൻവർ എന്ന നടി നല്ല കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. യൂഷ്വൽ അമ്മൂമ്മമാരിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഫസ്റ്റ് എപ്പിസോഡിന്റെ എൻഡിങ്ങിലൊക്കെ പുള്ളിക്കാരി നൈസ് ആയിരുന്നു. പിന്നെ റാഫേൽ എന്ന മറ്റൊരു പ്രധാന കഥാപാത്രമായിട്ട് വന്ന ആൽവറോ മോർത്തെ, അതായത് നമ്മുടെ മണി ഹീസിലെ പ്രൊഫസർ, പുള്ളി നൈസ് ആയിരുന്നു. പക്ഷെ ആ ഒരു ക്യാരക്ടർ പുള്ളി ചെയ്യാൻ മാത്രം അത്രയ്ക്ക് ഗംഭീരമായിട്ടൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. പുള്ളിയുടെ തല കണ്ടിട്ടാണ് ഞാൻ സീരീസ് കാണാൻ തുടങ്ങിയത്. പക്ഷെ പുള്ളിയെ കണ്ടപ്പോൾ കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ഞാൻ സ്ട്രോങ് ആയിട്ട് പ്രതീക്ഷിച്ചായിരുന്നു. അത്രയ്ക്കൊന്നും ഉണ്ടായില്ല. ബാക്കി അഭിനയിച്ച താരങ്ങളുടെയും പ്രകടനങ്ങളൊക്കെ നല്ലതാണ്. ടെക്നിക്കലി നൈസ് ആയിട്ടുള്ള ഒരു സീരീസ് കൂടിയാണ്. ക്യാമറ, ലൊക്കേഷൻ, പ്രത്യേകിച്ച് കടലിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇതിൽ കൂടുതലായിട്ടും കാണിക്കുന്നത്. അവിടെയാണ് കഥാ പശ്ചാത്തലം എന്ന് പറയാം. അത് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. ചില ഏരിയൽ ഷോട്ട്സ് ഒക്കെ നല്ല കിടുവായിരുന്നു. പിന്നെ ഇതിന്റെ മ്യൂസിക്, പ്രൊഡക്ഷൻ വർക്ക് എല്ലാം കൊള്ളാം. പിന്നെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഈ കഥ എന്ന് പറഞ്ഞാൽ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു കഥയൊന്നുമല്ല. ഇതിന്റെ മിസ്റ്ററി ആണെങ്കിലും ഒരുപാട് ത്രില്ലർ സിനിമകളും സീരീസുകളും ഒക്കെ കാണുന്നവർക്ക് അങ്ങനെ ഭയങ്കര ഗംഭീരമായിട്ടോ പുതുമയുള്ളതായിട്ടോ ഒന്നും തോന്നില്ല. പക്ഷെ അവതരണത്തിൽ ഒരു കുറച്ച് പുതുമയൊക്കെ ഉണ്ട്. ആ ഒരു കഥാ പശ്ചാത്തലം രസമുണ്ട്. ഒപ്പം ഇതിന്റെ സ്പീഡ്, ആ ഒരു പേസിംഗ് ഒക്കെ നല്ലതായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ആസ്വദിച്ച് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കഥ അവസാനം ഇങ്ങനെ ആയിരിക്കും കൊണ്ട് നിർത്തുക എന്നുള്ള ഒരു ഊഹം കുറച്ച് നേരത്തെ തന്നെ തോന്നിയായിരുന്നു. അതൊഴിച്ചാൽ ബാക്കി ട്വിസ്റ്റ് ഒന്നും അത്ര പ്രഡിക്റ്റബിൾ ആയിരുന്നില്ല. ഒരുപാട് ട്വിസ്റ്റ്, ഗംഭീര ട്വിസ്റ്റ് ഒന്നും അല്ല, പക്ഷെ ഓക്കെ ആയിരുന്നു. പിന്നെ നെറ്റ്ഫ്ലിക്സിലുള്ള മറ്റു ചില ഗംഭീര സ്പാനിഷ് ത്രില്ലറുകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അത്രയ്ക്കൊന്നും മികച്ചതല്ല. പിന്നെ ഞാൻ ആലോചിച്ച ഒരു കാര്യം, ഇത്രയും ലെങ്ത് ഈ സീരീസിനുള്ള എന്നാ പിന്നെ ഇവർക്ക് ഇത് സിനിമയാക്കി ഇറക്കിയാൽ പോരായിരുന്നു, എന്തിനാണ് സീരീസ് ആക്കിയത് എന്നൊരു ഡൗട്ട് തോന്നി. ആകമൊത്തം ടോട്ടലിൽ ഒരു നല്ല ത്രില്ലർ സീരീസ് ആണ്. ഞാൻ വളരെ എൻജോയ് ചെയ്ത് തന്നെയാണ് കണ്ടത്. അതിഗംഭീരം ഒന്നും അല്ല എങ്കിലും ത്രില്ലർ പ്രേമികൾക്ക് ഇഷ്ടമാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് ഈ സീരീസ് കാണാൻ പറ്റും. സീരീസിന്റെ ലെങ്ത് ഒക്കെ വളരെ കുറവാണ്. 3 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. ഏകദേശം ഓരോന്നും 40 മുതൽ 45 മിനിറ്റ് വരെ മാത്രമേ ദൈർഘ്യമുള്ളൂ. ഒരു 2.5 മണിക്കൂർ മാത്രം മതിയായിരിക്കും ഇത് കണ്ടു തീർക്കാനായിട്ട്. ഒരു സിനിമ കാണുന്ന പോലെ നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ പറ്റും പെട്ടെന്ന്. സ്പാനിഷ് ആണ് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ്, ഹിന്ദി ഇവയോടൊപ്പം തമിഴ് ഡബിങ്ങും അവൈലബിൾ ആണ്. പിന്നെ സീരീസ് 18+ ആണ്. ബ്ലഡ്, വയലൻസ്, ന്യൂഡിറ്റി, അഡൽട്ട് ലാംഗ്വേജ്, ചെറിയ സെക്ഷുവൽ സീൻസ് ഒക്കെ ഇതിലുണ്ട്. അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ സീരീസ് കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. ശരി.